ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുൻപേ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അധിക കൂട്ടുകാരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണമായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമിൻ്റെ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 രൂപൻ്റെ ഈ ഒരു ഐസ്ക്രീം കപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മളിത് വേസ്റ്റിൽ എറിയല്ലോ. ഇപ്പം നല്ല ചൂടായത് കാരണം എല്ലാവരും ഐസ്ക്രീമൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ടാവുമല്ലോ. കുഞ്ഞുങ്ങൾക്കായാലും അതേപോലെ മുതിർന്നവർക്കും ഐസ്ക്രീം ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ്ക്രീം കഴിച്ചാൽ നമ്മളിത് വേസ്റ്റിലെറിയും. അപ്പോൾ ഈ ഒരു കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു വസ്തു ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീമിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മൾ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഇതില്ലേ കാർഡ്ബോർഡിൻ്റെ പീസ്, ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കട്ടിയുള്ള എന്തെങ്കിലും കാർഡ്ബോർഡ്, പെട്ടീൻ്റെ ഒക്കെ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഡബിൾ ടേപ്പ് ആട്ടോ. ഇപ്പോൾ ഡബിൾ ടേപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു പശ ഗമ്മായാൽ ഏതെങ്കിലും ഒരു ഗമ്മായാൽ മതി കേട്ടോ. ഒന്നുകിൽ ഗമ്മ എടുക്കുക അല്ലെങ്കിൽ ഡബിൾ ടേപ്പ് എടുക്കുക, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഈ ഡബിൾ ടേപ്പ് കുഞ്ഞു കുഞ്ഞു പീസ് ഇത് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഈ ഒരു ഐസ്ക്രീമിൻ്റെ കപ്പ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഇതേ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ഡബിൾ ടേപ്പിൻ്റെ പീസ് ഞാനിതാ ഇതേപോലെ ഒന്ന് ഒരു വശം പശ പറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ വശം ഡബിൾ ടാപ്പ് ആകുമ്പം 2 വശവും ഒട്ടി കിട്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ 2 വശത്തും സ്റ്റിക്കർ ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഡബിൾ ടാപ്പ് തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ മറ്റേ വശത്തുള്ള സ്റ്റിക്കർ അടർത്തി മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പശ ഉണ്ടെങ്കിൽ പശ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡബിൾ ടാപ്പ് എടുക്കാം കേട്ടോ, ഏതെങ്കിലും ഒന്നും മതി കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഈ ഒരു കപ്പുകളെല്ലാം ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഡബിൾ ടാപ്പ് എല്ലാം ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറെല്ലാം പറിച്ചു മാറ്റിയതിന് ശേഷം ഇത് ഈ ഒരു ഓരോ കപ്പും ഇതിൻ്റെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടുക്ക് ഒരു കപ്പ് വെക്കുക, എൻ്റെ റൗണ്ടിൽ ബാക്കിയുള്ള കപ്പുകൾ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അൽമാരിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കോ അങ്ങനെ ഇതൊന്ന് വെച്ചുകൊടുത്താൽ മതി. നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാകുമ്പം അവർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അവരുടെ മുടിക്കിടുന്ന ബണ്ണോ അല്ലെങ്കിൽ ടിക്കോ പിന്നോ സേഫ്റ്റി പിന്നോ റബ്ബർ ബാൻഡോ എന്താണോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരയാതെ ഇതിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പനാണ്. നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് വേസ്റ്റിലെറിയുന്ന ഈ ഒരു ഇതേപോലത്തെ കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് പൈസൻ്റെ ചിലവില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരയേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ കുട്ടികളുടെ മുടിക്കിടുന്നതൊക്കെ ഇങ്ങനെ തിരഞ്ഞ് നടക്കല്ലോ, സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മൂലക്ക് ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരയാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേഗത്തിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ള ചെറിയ പെൺകുട്ടികളുള്ള വീട്ടമ്മമാർക്ക് എന്തായാലും ഇത് ഉപകാരപ്രദമാവും കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ തിരഞ്ഞ് നടക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അത് എടുത്ത് നമുക്ക് ഡ്രസ്സിലൊക്കെ കുത്താനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം.
അപ്പോൾ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പുകൾ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി ഞാൻ കാണിക്കുന്നത് അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു മിക്സി ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാറിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ചം കുറഞ്ഞു തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ അതെന്താ പെട്ടെന്ന് മൂർച്ചം കുറയുന്നതെന്ന് വെച്ചാൽ ഒരു കടക്കാരന് പറഞ്ഞു തന്ന ടിപ്പാട്ടോ അത്. മിക്സി വാങ്ങാൻ പോയ സമയത്ത് അപ്പോൾ അത് നമ്മൾ തേങ്ങയൊക്കെ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഓവറായിട്ട് തേങ്ങ ആണെങ്കിലും അരി ആണെങ്കിലും ഓവറായിട്ട് ലോഡ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്ലേഡിന് കംപ്ലൈൻറ്റ് വന്നു പോകും. അതുമാത്രമല്ല നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ചിലവർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ തേങ്ങ അരയ്ക്കുക. മിക്കവാറും ആളുകൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തേങ്ങ അരയ്ക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒരിക്കലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരയ്ക്കാൻ പാടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് അരയ്ക്കുന്ന സമയത്ത് ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ചം പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു മൂർച്ചം പോയി കിട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മീൻകറിക്കൊക്കെ ആണെങ്കിൽ ജീരകം മാത്രം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, തേങ്ങയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കറിക്ക് മഞ്ഞ കളർ വേണമെന്നല്ലേ, അത് തേങ്ങയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കറിയിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കുറച്ചിട്ട് തേങ്ങ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ അരയ്ക്കുന്ന സമയത്ത് ഓവറായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നിലത്തോട്ടൊക്കെ വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല അരഞ്ഞ് കിട്ടുകയും ചെയ്യും തേങ്ങ. അതുമാത്രമല്ല മഞ്ഞൾപ്പൊടി ഇടാതെ അരച്ച് കഴിഞ്ഞാൽ ബ്ലേഡിൻ്റെ മൂർച്ചം എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും, പെട്ടെന്നൊന്നും മൂർച്ചം പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇത് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് തന്നെ അറിയിക്കാനും കൂടെ മറക്കരുത്. ഇനി നമുക്ക് മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചം പോയി കഴിഞ്ഞാൽ ഇതേപോലെ മുട്ടത്തോടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഒരു മുട്ടത്തോട് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്കായിട്ടാട്ടോ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്ലേഡിന് നല്ല രീതിയിൽ മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ മുട്ടത്തോട് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും കല്ലുപ്പാണല്ലോ ഇപ്പോൾ മിക്ക ആളുകളും ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ പൊടിയിപ്പിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് കല്ലുപ്പാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കല്ലുപ്പ് എടുത്തിട്ട് ഇതേപോലെ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഉപ്പ് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും, പൊടിഞ്ഞ് കിട്ടും ചെയ്യും. മിക്സിൻ്റെ ജാറ് നല്ല രീതിയിൽ തന്നെ മൂർച്ചം കൂട്ടി കിട്ടാൻ പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് നമ്മൾ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നവർക്കുള്ള ടിപ്പാട്ടോ. മെഴുകുതിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കിതാ ഒരു ചിരട്ട എടുക്കുക, എന്നിട്ട് അതിലോട്ടേക്ക് ഇതേപോലെ മെഴുകുതിരി ഇട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മെഴുകുതിരിക്ക് ഒരു സ്റ്റാൻഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ മെഴുകുതിരി ഉപയോഗിക്കുന്നവർ വളരെ അപൂർവം ആളുകളെ ഉണ്ടാവുള്ളൂ എന്നറിയാം, എന്നാലും ഇത് പറഞ്ഞു തന്നതാട്ടോ. ഇതേ രീതിയിൽ നമ്മൾ മെഴുകുതിരി വെക്കുന്ന സമയത്ത് നമ്മളെ തറയിലൊന്നും മെഴുകുതിരി വീഴില്ല, ഉറ്റിയിട്ട് അന്ന് നമുക്ക് പോക്കിയെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മളെ തറയിലൊന്നും മെഴുകുതിരി ഉറ്റി വീഴാൻ ചാൻസ് ഇല്ല. ഈ ഒരു ചിരട്ടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുതേ. അതേപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ബൈ ചാൻസിൽ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് നമ്മുടെ തറയിലൊക്കെ ഉറ്റി വീഴല്ലോ, തറയിലായാലും അതേപോലെ ഡ്രസ്സിലായാലൊക്കെ മെഴുകുതിരിൻ്റെ ആ ഒരു പാടുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് എടുക്കുക കേട്ടോ. ഈ ഒരു ഐസ് ക്യൂബിൻ്റെ കളറ് യെല്ലോ കളറായത് എന്താണെന്ന് വെച്ചാൽ ഞാനിതാ നാരങ്ങൻ്റെ തൊലി ജ്യൂസ് അടിച്ചിട്ട് ആ ഒരു ഐസ് ക്യൂബ് കേട്ടോ, അത് നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഫേസിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ ഉരച്ചു കൊടുക്കുക കേട്ടോ. തറയിലാണ് വീണത് എന്നുണ്ടെങ്കിൽ തറയിൽ ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സിലും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മെഴുകുതിരി ഉറ്റിയിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ തറയിലൊക്കെ നമ്മൾ മെഴുകുതിരി ഉറ്റി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കൂലേ, അപ്പോൾ നമുക്ക് സ്ക്രാച്ച് വീഴാനും ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ തന്നെ എളുപ്പത്തിൽ നമുക്കത് റിമൂവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി കേട്ടോ.
വേഗത്തിൽ അത് വേരോടെ തന്നെ നമുക്ക് പിഴുതെറിയാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പോൾ അതാ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ അതാ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ അത് വേരോടെ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് അടർന്ന് വീഴാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതാ തറയിൽ നിങ്ങൾ കണ്ടില്ലേ, മെഴുകുതിരി ഉറ്റിയിട്ടുള്ള ആ പാട്. ഒരിക്കലും ഇത് ഇവിടെ മെഴുകുതിരി ഉറ്റിക്കണേന്ന് തന്നെ കണ്ടാൽ തോന്നില്ല. അത്രയും നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് സ്റ്റീലിൻ്റെ തൂക്കുപാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൂക്കുപാത്രം ആയാലും അതേപോലെ നമ്മുടെ ചോറൊക്കെ കൊണ്ടുപോകുന്ന അട്ടിപ്പാത്രം ആയാലൊക്കെ നമ്മളിതങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ചില അടപ്പിന് ഭയങ്കരമായിട്ട് ടൈറ്റായിരിക്കും. നമ്മൾ തുറക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ടൈറ്റുള്ള ആ ഒരു പാത്രത്തിൻ്റെ അടപ്പ് പെട്ടെന്ന് തന്നെ തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അടയ്ക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കിതാ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. കൂടുതൽ ഓവറായിട്ട് വെളിച്ചെണ്ണ തേക്കരുത് കേട്ടോ. നമ്മൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ കൈ തന്നെ വഴുതി പോവും. അപ്പം വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തുറക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ടിട്ട് വേഗത്തിൽ സ്ലിപ്പായിട്ട് തുറന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എത്ര ടൈറ്റുള്ള അടപ്പായാലും നമുക്ക് പെട്ടെന്ന് തുറന്നിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതിയേ. ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വെളിച്ചെണ്ണ തേക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓവറായി പോയാൽ പിന്നെ കൈ വഴുതി പോവും. പിന്നെ തീരെ തുറക്കാൻ കിട്ടാത്ത ഒരു അവസ്ഥയായി പോകും കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കരി പിടിച്ച പാത്രങ്ങളൊക്കെ തേക്കുന്ന സമയത്ത് എടുക്കുന്നതാണല്ലോ ഈ ഒരു സ്ക്രബ്ബർ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, കരിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ടിട്ട് പാത്രം തേക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റീല് നമ്മുടെ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ അത് ഭക്ഷണത്തിലൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ഇപ്പോൾ പറയാറ്. അപ്പോൾ നമുക്ക് അതിനൊന്നും ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു സ്ക്രബ്ബർ ഈ ഒരു പാൽ കവറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ പാത്രം തേച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ സ്ക്രബ്ബർ കുത്തിപ്പോവില്ല. അതേപോലെ തന്നെ നമ്മൾ പാത്രത്തിലൊന്നും സ്ക്രാച്ച് വീഴില്ല. നമ്മുടെ പാത്രം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. ഇത്ര കരി ഉണ്ടെങ്കിലും വേഗത്തിൽ തന്നെ ആ കരിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ പാത്രം തിളക്കുണ്ടാവാനായിട്ട് പറ്റും ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ കൈക്ക് ഡാമേജ് വരില്ല, കയ്യിൽ കുത്തിപ്പോവും, അങ്ങനെയുള്ള ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽ കവർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സോക്സൊക്കെ ഉണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങളുടെ പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഈ ഒരു സ്ക്രബ്ബർ ഇട്ടിട്ട് തേച്ച് കൊടുത്താലും മതി. എന്നാലും നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് തേക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്നുകിൽ പാൽ കവറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പഴയ സോക്സിലേക്ക് ഇതേ രീതിയിൽ ഇട്ടിട്ട് തേച്ച് കൊടുത്താലും മതി. പാത്രം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. നമ്മുടെ കൈക്ക് ഒരുവിധ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് 2 പാൽ കവറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു കവറ് വേസ്റ്റിലെറിയും അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് വേഗത്തിൽ നമുക്കിപ്പോൾ ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമ്മൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇലകളൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ഇന്ന് രാത്രി തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇതേ രീതിയിൽ നാളെ ഇപ്പോൾ വേഗത്തിൽ രാവിലെ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തക്കാളി, പച്ചമുളക്, ഇലകളൊക്കെ ഇതേപോലെ പാൽ കവറിലിട്ടിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതേപോലെ ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഒരു കറിക്കുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗത്തിൽ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലാകുമ്പോൾ നമുക്ക് വേഗത്തിൽ എടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.